everyone, welcome back to Xylem Learning. It's me, Jamshad. സംഭവം ശരിയാണ്. നമ്മൾ ഇനി എഴുതാൻ പോകുന്ന 2025 ആനുവൽ എക്സാമിന്റെ ആനുവൽ ഇവാലുവേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ ഞെട്ടിത്തരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ പാറ്റേൺ, ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ പാറ്റേൺ ആണ് ഇന്നൊരു കുഞ്ഞു വീഡിയോ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ആ ഒരു POV ടുവാർഡ്സ് എക്സാമിനേഷൻ, ടുവാർഡ്സ് സ്റ്റഡി, നിങ്ങൾ പഠിക്കാൻ പോകുന്നതിനോടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ തന്നെ മാറാൻ പോവുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ ആയിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരിക എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. വേണ്ടാത്ത കാര്യങ്ങൾ ചുമ്മാ പഠിക്കേണ്ടതില്ല, ആവശ്യമായ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാം ഇത്തവണത്തെ ആനുവൽ എക്സാമിൽ ഇംഗ്ലീഷിൽ. നോക്കിക്കോ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത്. നേരെ നമ്മൾ പോകുന്നു. എങ്ങനെയാണ് അതിന്റെ എന്തൊക്കെ ഡിസ്കോഴ്സും പോയറ്റിക് ഡിവൈസസും ആക്ച്വലി നമ്മുടെ ഡിസ്കോഴ്സസും ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഇതിൽ വരാൻ പോകുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ, ദാ എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻസ് പറയുന്നത് പാസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ പോം, ഒരു കവിത തന്നിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സ്ഥിരം പരിപാടി അല്ലേ, അത് ആനുവൽ എക്സാമിനുമുണ്ട്. അൺനോൺ പാസേജ്, നമുക്ക് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പാസേജ് തരും, എന്നിട്ട് അതിൽ നിന്ന് അങ്ങോട്ട് ക്വസ്റ്റ്യൻ തരും. നെക്സ്റ്റ് വൺ പ്രൊഫൈലും പൊതുവെ തരാറുള്ള ഒരു സംഭവം തന്നെയാണ്. ഡയലോഗ് മേക്കിംഗ്, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ട് നമ്മൾ ഡയലോഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് കോൺവെർസേഷൻ മേക്കിംഗ് പോലെ തന്നെ. പാരഗ്രാഫ് റൈറ്റിംഗ് ഉണ്ടായിരിക്കും, സ്ഥിരം പരിപാടിയാണ് പാരഗ്രാഫ് റൈറ്റിംഗ്. എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്, ഡയറി, നോട്ടീസ് തുടങ്ങി ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ മേക്കിംഗ് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് പുതിയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ഓക്കെ, അത് കുറച്ചുകൂടി പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു എന്താണ് ഡിസ്കോഴ്സ് ആണ്. ഡാറ്റാ ബേസ്ഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗ്രാഫ് തരും, അല്ലെങ്കിൽ ഒരു ഡയഗ്രാം തരും, ഓക്കെ, പൈഡാഗ്രാമോ അല്ലെങ്കിൽ ഒരു ചാർട്ടോ എന്തെങ്കിലും ഒരു ലിസ്റ്റോ തരും, എന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എഡിറ്റിംഗ് സ്ഥിരമാണ് ഗൈസ്. പ്രിപ്പോസിഷൻ അതും സ്ഥിരമായിട്ട് ആനുവൽ എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, വേർഡ് പിരമിഡും എക്സ്പെക്റ്റബിൾ ആണ്. നമ്മുടെ ആക്ച്വലി ആനുവൽ എക്സാമുകളിൽ ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ക്രിസ്മസ് എക്സാമിനും അതുപോലെ തന്നെ ഓണം എക്സാമിനും ഒക്കെ ഉണ്ടാവാറുള്ളത് കൊണ്ട് തന്നെ പിരമിഡ് നമ്മൾ പഠിച്ചു വെക്കണം, എന്താണ് അതിന്റെ മെക്കാനിസം എന്നുള്ളത്. സോ ഇതൊക്കെയാണ് എക്സ്പെക്റ്റബിൾ ക്വസ്റ്റ്യൻ. ഇനി എങ്ങനെയാണ് അത് ക്വസ്റ്റ്യൻ വരിക, കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്താലോ. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആൾക്കാർ ലൈക്ക് ചെയ്യണേ, സെറ്റ് ആക്കണേ. യെസ്, നോക്കാം, റെഡി അല്ലേ? ലൈക്ക് ചെയ്തോ? യെസ്. ഇതാണ് കഴിഞ്ഞ 2023 ഇംഗ്ലീഷിന് ചോദിച്ച ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞ ആ ഒരു പാറ്റേണിൽ നിന്ന് വല്ല മാറ്റം ഉണ്ടോ നോക്കിക്കടാ. ഒരു പാസേജ്, മെർച്ചന്റ് ഓഫ് വെനീസിലെ പാസേജ് തന്നു, ക്വസ്റ്റ്യൻ തന്നു. ഒരു കവിത, മൈ ഗ്രാൻഡ് മദേഴ്സിലെ കവിത തന്നു, അതിലെ ക്വസ്റ്റ്യൻ തന്നു. ഇതാ പിടിച്ചോ. ഓക്കെ, നെക്സ്റ്റ് ഇതാ പിടിച്ചോ. ഇനി എന്താ ഇവിടെ ഉണ്ട്, ഏതോ ഒരു അറിയാത്ത അൺനോൺ പാസേജ് തരുന്നു, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ. ഓ സീന്. എല്ലാ വിൽകോക്സിന്റെ ഒരു പ്രൊഫൈൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ഓക്കെ, ഡയലോഗ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കൺസ്ട്രക്ട് പോസിബിൾ ഡയലോഗ്, ഓക്കെ, കോൺവെർസേഷൻ ആണ്, ഡയലോഗ് മേക്കിംഗ് ആണ്. അതുപോലെ തന്നെ പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിക്കുന്നു പറഞ്ഞില്ലേ? യെസ്, ചോദിച്ചിട്ടുണ്ട്. ലെറ്റർ എഴുതാൻ ചോദിക്കും, നോട്ടീസ് ചോദിക്കും, ഡയറി ചോദിക്കും. സ്ഥിരം പരിപാടിയാണ്. ഇനി ഗ്രാമറിലേക്ക് വരുന്ന സമയത്ത് എഡിറ്റിംഗ് ആണ് ഉണ്ടാവാറുള്ളത്, അതുപോലെ തന്നെ പ്രിപ്പോസിഷനും. യെസ്. കൂടാതെ ഇത് 2023 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2024 വരുന്ന സമയത്ത് ചോദിച്ച ഏകദേശം സെയിം പരിപാടിയാണ്. നോക്കിക്കോ, നമുക്ക് എന്താക്കും, ഡേ ഇൻ ദ കൺട്രിയിലെ പാസ് ചെയ്ത് തന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ആൻഡ് സോളിറ്റ്യൂഡിലെ സോളിറ്റ്യൂഡ് എന്ന കവിതയിലെ കവിത കൊടുക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. പിന്നീട് എന്താ ചോദിക്കുന്നത്? അൺനോൺ പാസേജ്. കണ്ടോ, പാറ്റേൺ സെയിം ആണ് ഗൈസ്, റിപ്പീറ്റിംഗ് ആണ്. സോ പാറ്റേൺ ഇത്തവണയും അൺനോൺ പാസേജ് എക്സ്പെക്റ്റബിൾ ആണ് ഗൈസ്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഫൈൽ. കഴിഞ്ഞാലും ഇതുപോലെ ഒരു പ്രൊഫൈൽ കൊടുത്തില്ലായിരുന്നോ? ഓക്കെ, മാരി ഹ്യൂഗന്റെ പ്രൊഫൈലാണ് ഇപ്രാവശ്യം കൊടുത്തുള്ളത്. ലെറ്റർ, പിന്നെന്താ നോക്കട്ടെ, പോരട്ടെ, പാരഗ്രാഫ് റൈറ്റിംഗ്, അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ. കോൺവെർസേഷൻ മേക്കിംഗ് ആണെങ്കിലും ഡയലോഗ് മേക്കിംഗ് ആണെങ്കിലും ഏകദേശം സെയിം. ഇനി നമുക്കൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഡയഗ്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ഡയഗ്രാം നന്നായി നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, സെറ്റ് ആക്കുക, പവർ ആക്കുക. ഇനി എഡിറ്റിംഗ് ആണ്, അതുപോലെ തന്നെ യെസ് നമ്മുടെ പ്രിപ്പോസിഷൻസ് ആണ്. പ്രിപ്പോസിഷൻസ് കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾസ് ഒക്കെ ഉള്ള ഒരു ആർട്ടിക്കിൾസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പോസിഷൻ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. സോ ഇതുപോലെ എല്ലാ ഡിസ്കോഴ്സും നമ്മൾ ഇനി വരുന്ന ലൈവ് സെഷനുകളിൽ എടുക്കാൻ പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിന്റെ നോട്ട്സ്, ഫ്രീ നോട്ട്സ് വേണ്ടേ? അതിന് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ടാം ക്ലാസ്സിലെ മുത്തുമണികളായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക്, ഫ്രണ്ട്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അവരും പഠിക്കട്ടെ പാറ്റേൺ എന്താണെന്ന്. ഇനി ഇതൊക്കെയാണിതോ, ഏതൊക്കെ
ഇതൊക്കെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി കിട്ടാം. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളത്, ഏതാണ് ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ വേണ്ടത് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഇതുപോലത്തെ വീഡിയോ ആയിട്ട് JD വീണ്ടും വരും. മണ്ടിൽ നിന്ന് ബൈ. താങ്ക് യു. വീഡിയോ എങ്ങനെ ഉണ്ടായെന്നും കൂടി കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഓൾ ദ ബെസ്റ്റ്.